ഒരു യുദ്ധം തുടങ്ങിയതിന് ശേഷം സുഡാപ്പികളുടെ വക എന്തൊക്കെ കോമഡികളാണ് നമ്മൾ ദിവസവും കാണുകയും കേൾക്കുകയൊക്കെ ചെയ്യുന്നത്. നിങ്ങൾക്കറിയാമല്ലോ, ഒരിക്കൽ ലോകത്തിൻ്റെ വിശ്വഗുരുവാവും നമ്മുടെ ഭാരതം എന്നാണ് മോദി അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൽ പലപ്പോഴായിട്ട് പറഞ്ഞത്. അല്ലാതെ ഒരു വ്യക്തി വിശ്വഗുരു ആവും എന്നല്ല. നമ്മുടെ ഭാരതം ലോകത്തിന് വെളിച്ചമാവും, ലോകത്തിന് വിശ്വഗുരുവാവും എന്നാണ് അദ്ദേഹം പറഞ്ഞത്. രാജ്യത്തിനെയാണ് പറഞ്ഞത്, അല്ലാതെ ഒരു വ്യക്തിനെയല്ല. പക്ഷേ ഇവർ പരിഹസിക്കുന്നതോ രാജ്യത്തിനെ എന്ന് വെച്ച് കഴിഞ്ഞാൽ കൃത്യമായിട്ടും അവർ രാജ്യദ്രോഹികളാണ് എന്ന് മറ്റുള്ളവർക്ക് പെട്ടെന്ന് മനസ്സിലാവും. അല്ലെങ്കിൽ തന്നെ അങ്ങനെയാണ്. അതിനവർ പറയുന്നത് വിശ്വഗുരു എന്ന് മോദിയെ പരിഹസിച്ചുകൊണ്ടാണ്. യഥാർത്ഥത്തിൽ മോദിയോ BJP യോ മോദിയാണ് വിശ്വഗുരു എന്നല്ല പറഞ്ഞിരിക്കുന്നത്. നമ്മുടെ രാജ്യം ഭാരതമാണ് വിശ്വഗുരു എന്ന്. പക്ഷേ നേരെ ഇന്ത്യയെ പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ഉള്ളിലിരിപ്പ് പെട്ടെന്ന് മനസ്സിലാവുമല്ലോ. അതിനാൽ അത് മോദിക്ക് ചാർത്തി കൊടുത്തു. ഇനി അടുത്ത കോമഡി. മോദി ഇസ്രയേലികളെ പറ്റി പരാമർശിച്ച ഒരു പ്രസംഗത്തിൽ അദ്ദേഹം പറയുന്നുണ്ട്, ഇന്ത്യയിൽ ജനിച്ചു വളർന്ന ഇസ്രായേലികൾ, അതായത് ജൂതന്മാരായിട്ടുള്ളവർ, പിൽക്കാലത്ത് അവർ ഇസ്രായേൽ രാജ്യമൊക്കെ ശക്തമായ സമയത്തേക്ക് അങ്ങോട്ടേക്ക് തിരിച്ചു പോവുകയൊക്കെ ഉണ്ടായി. ഇപ്പോഴും വളരെ ചുരുക്കം ജൂതന്മാർ ഇന്ത്യയിലുണ്ട് എന്നാണ് കണക്കുകൾ. പക്ഷേ ഇന്ത്യയിൽ ജനിച്ചു വളർന്ന ജൂതന്മാരായിട്ടുള്ള ഇസ്രായേലികൾക്ക് ഇന്ത്യയോട് വലിയ സ്നേഹമുണ്ട്. അവർ ഇന്ത്യയെ ഫാദർലാൻഡായിട്ടും ഇസ്രായേലിനെ മദർലാൻഡായിട്ടുമാണ് കാണുന്നത് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഇവിടെ അദ്ദേഹം ഏതെങ്കിലും രാജ്യത്തിനെ ഫാദർലാൻഡായിട്ട് കാണുന്നതോ മദർലാൻഡായിട്ട് കാണുന്നതോ ഒന്നുമല്ല മോദി പറഞ്ഞത്. മോദി ഇന്ത്യയിൽ ജനിച്ചു വളർന്ന ജൂതന്മാരെ പറ്റിയാണ് പറഞ്ഞത്. പക്ഷേ ഇവരത് വളച്ചൊടിച്ച് എങ്ങനെയാക്കി? മോദിയുടെ ഫാദർലാൻഡ് ഈ ഇസ്രായേൽ എന്ന തരത്തിലാണ് ഇവർ പരിഹസിക്കുന്നത്. അതും ഈ സോഷ്യൽ മീഡിയ കാലത്ത്. ഉളുപ്പുണ്ടോ എന്ന് ഇവരോട് ചോദിക്കേണ്ട കാര്യമില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ അവരിതിന് മുദ്രയില്ലല്ലോ. ഇനി അടുത്തതാണ് വലിയ 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 കോമഡി. ഇറാൻ കഴിഞ്ഞ ദിവസം ഇന്ത്യയിലേക്ക് വരുന്ന കപ്പൽ ടാങ്കറുകൾക്കെല്ലാം അനുമതി കൊടുത്തല്ലോ, ഗ്യാസും അതുപോലെ തന്നെ ക്രൂഡും ഒക്കെ കൊടുക്കും. അപ്പോൾ അവരുടെ ന്യായീകരണം ഇന്ത്യയിൽ മുസ്ലിങ്ങളുള്ളത് അതുകൊണ്ടാണ് അവരതിന് അനുമതി നൽകിയതെന്നാണ്. അപ്പോൾ തിരിച്ചൊരു ചോദ്യമുണ്ട്. അപ്പോൾ ഈ സൗദിയിലും UAE-യിലും കുവൈറ്റിലും ഖത്തറിലും ഒന്നും മുസ്ലിങ്ങൾ ഇല്ലാത്തതുകൊണ്ടാണോ അങ്ങോട്ടേക്ക് ഡ്രോണും മിസൈലും ഒക്കെ ഇറാൻ വിട്ടുകൊണ്ടിരിക്കുന്നത്? ഈ മണ്ടന്മാരായിട്ടുള്ള സുഡാപ്പികൾക്ക് ആകെ അറിയാവുന്ന കാര്യം പൊട്ടിത്തെറിക്കുക എന്ന് മാത്രമാണ്. ബാക്കി എന്ത് പറഞ്ഞാലും അത് അവരുടെ തന്നെ ആസനത്തിലേക്ക് തന്നെ തിരിച്ച് തറയ്ക്ക് വീഴുന്ന പരിപാടിയെ അവരുടെ കയ്യിലിരിപ്പുള്ളൂ. ഇനി മറ്റൊരു വാദമുണ്ട്. ഇന്ത്യൻ സമുദ്ര അതിർത്തിക്കുള്ളിൽ വെച്ചാണ് ഈ ഇറാൻ്റെ കപ്പൽ അമേരിക്ക അടിച്ചിട്ട് എന്നൊക്കെ പറയുന്നുണ്ട്. കുറച്ച് ദിവസം മുമ്പ് അവർ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ അത് അവർക്ക് തന്നെ പാരയായി. ഇറാൻ ഇപ്പോൾ നയതന്ത്ര തലത്തിലുള്ള സംഭാഷണങ്ങൾ വഴിയാണ് ഈ കപ്പൽ വിട്ടുകൊടുത്തത് എങ്കിലും ആളുകൾ ചിന്തിച്ചു വരുമ്പോൾ ആളുകൾക്ക് മനസ്സിലാവുന്നൊരു കാര്യമുണ്ട്. ഇറാൻ്റെ 1-2 കപ്പലുകൾ നമ്മുടെ ഇന്ത്യയിൽ കിടക്കുകയാണ് സുരക്ഷിതമായിട്ട്. ഇതിങ്ങനെ കിടക്കാനുള്ള കാരണം എന്താണ്? ഇറാൻ്റെ ഒരു കപ്പൽ അമേരിക്ക ടോർപിഡോ ചെയ്തുകൊണ്ടാണ് അവർക്ക് ഭയന്ന് ബാക്കിയുള്ള കപ്പൽ ഇന്ത്യയോട് അഭയം ചോദിച്ചിട്ട് ഇന്ത്യയുടെ സുരക്ഷയിൽ കഴിയുകയാണ്, നാവികരടക്കം. ആ കപ്പൽ ഇവിടെ കിടക്കുന്ന കാലത്തോളം അവർ നമ്മുടെ കപ്പലുകളും വിടും. അത് ഒരു സാമാന്യ ബുദ്ധി കൊണ്ട് ചിന്തിച്ചാൽ മനസ്സിലാവുന്ന കാര്യമാണ്. അതിൻ്റെ നയതന്ത്ര തലത്തിലെ സംഭാഷണങ്ങൾ നടക്കുകയോ നടക്കാതിരിക്കുകയോ ചെയ്യട്ടെ. പക്ഷേ ഇതൊരു യാഥാർത്ഥ്യമാണ്. ഇറാൻ്റെ കപ്പൽ ഇവിടെ കിടപ്പുണ്ട്, നമ്മുടെ സുരക്ഷയിലാണ് കിടക്കുന്നത്. അതിനി തിരിച്ചു പോകണമെങ്കിലും എന്ത് ചെയ്യണമെങ്കിലും നമ്മുടെ നാവികസേനയുടെ അനുമതിയും മറ്റുമൊക്കെ വേണം, നമ്മുടെ സർക്കാരിൻ്റെ വേണം. അപ്പോൾ ഇങ്ങനെ ഇറാൻ്റെ കപ്പലുകൾ ഇവിടെ കിടക്കുമ്പോൾ നമ്മുടെ കപ്പലുകൾ അവിടെ തടഞ്ഞിടുമോ? ഇതൊരു ലോജിക്കുള്ള ഒരു സംശയമാണ്. അതാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്ന സംഗതി. ഇനി ഇവരുടെ മറ്റൊരു ദയനീയമായിട്ടുള്ള അവസ്ഥ കൂടി പറയാം. അവരെന്തുകൊണ്ടാണ് ഇറാനെ സപ്പോർട്ട് ചെയ്യുന്നത്? നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? അതിന് മതപരമായിട്ടുള്ള കാരണങ്ങളും മറ്റുമൊക്കെ ഉണ്ട്. അപ്പോഴും മെക്കയും മദീനയും ഒക്കെ നിൽക്കുന്ന സൗദിയെ പോലും തള്ളി പറഞ്ഞുകൊണ്ട് അവർ ഇറാനെ പിന്തുണയ്ക്കുന്നതിൻ്റെ കാര്യം എന്താ? ഈ യുദ്ധത്തിൻ്റെ തുടക്കം മുതൽ ഇന്ത്യ നിൽക്കുന്നത് ഇസ്രായേലിൻ്റെ കൂടെയും അതേപോലെ തന്നെ സൗദിയുടെയും UAE-യുടെയൊക്കെ കൂടെയാണ്. GCC രാജ്യങ്ങളുടെ കൂടെയാണ് ഇന്ത്യ നിൽക്കുന്നത്. അപ്പോൾ ഇന്ത്യ എവിടെ നിൽക്കുന്നോ അതിന് ഓപ്പോസിറ്റ് നിൽക്കുക എന്നതാണ് അവരുടെ രീതി. ഇന്ത്യയും നരേന്ദ്രമോദി എവിടെ നിൽക്കുന്നോ അതിന് ഓപ്പോസിറ്റ് നിൽക്കുക. അതുകൊണ്ട് അവർ ഇറാൻ്റെ പക്ഷം ചേർന്നു. ഇനി ഇന്ത്യ ഇറാൻ്റെ കൂടെയായിരുന്നു എന്ന് വെക്കുക, അപ്പോൾ അവർ സൗദിയുടെ കൂടെ ചേർന്നേനെ. ഇതാണ് ഇവരുടെ നമ്മുടെ രാജ്യത്തോടുള്ള രാജ്യസ്നേഹം. ഈ സുഡാപ്പി വാണങ്ങളോടൊന്നേ പറയാനുള്ളൂ, നീ ഒന്നും പൊട്ടിത്തെറിക്കരുത്. പൊട്ടിത്തെറിക്കുന്നെങ്കിൽ വല്ല ഇറാനിലോ സൗദിയിലൊക്കെ പോയി പൊട്ടിത്തെറിക്കുക. ഇന്ത്യയിൽ കിടന്ന് പൊട്ടിത്തെറിക്കരുത് എന്ന് മാത്രമേ ഈ സുഡാപ്പി വാണങ്ങളോട് പറയാനുള്ളൂ.